അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ആടുകളുടെയും ആട്ടിടയന്മാരുടെയും ഒരു സംഘത്തിൽ കാലുകളുടെ ആകെ എണ്ണം തലയുടെ ആകെ എണ്ണത്തിന്റെ നാലിരട്ടിയേക്കാൾ 40 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആട്ടിടയന്മാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ 18, 20, 19, 17. അപ്പൊ ഒരു സംഘമുണ്ട്. സംഘത്തിൽ എന്തൊക്കെയുണ്ട്? ആടുകളുണ്ട്, ആട്ടിടയന്മാരുണ്ട്. എന്നിട്ട് പറഞ്ഞു സംഘത്തിൽ കാലുകളുടെ ആകെ എണ്ണം. ആകെ എണ്ണം എന്ന് പറയുമ്പോൾ ആടുകളുടെ കാലിന്റെ എണ്ണം പ്ലസ് ആ ആട്ടിടയന്മാരുടെ കാലുകളുടെ എണ്ണം ചേർന്നാലാണ് ടോട്ടൽ കാലുകളുടെ എണ്ണം കിട്ടുന്നത്. അപ്പൊ ഇതാണ് കാലെന്ന് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ കാലുകളുടെ എണ്ണം അത് തലയുടെ ആകെ എണ്ണത്തിന്റെ നാലിരട്ടിയേക്കാൾ 40 കുറവാണ്. അത് എന്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ തലകളുടെ എണ്ണം. ഇതാണ് തല. തലകളുടെ ആകെ എണ്ണം അതിന്റെ നാലിരട്ടി എടുക്കുക. എന്നിട്ട് ആ കിട്ടുന്നതിനേക്കാൾ 40 കുറവാണ്. അതായത് ആ കിട്ടുന്നതിൽ നിന്ന് 40 കുറച്ചാൽ കാലുകളുടെ എണ്ണം കിട്ടും. ഒന്നുകൂടെ റിലേഷൻ പറയാം. തലകളുടെ എണ്ണം അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയിൽ നിന്ന് 40 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത് കാലുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കാലുകളുടെയും തലകളുടെയും ഒക്കെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പൊ ഇനി ആടുകളുടെ എണ്ണം നമുക്ക് x ആയിട്ടും ആട്ടിടയന്മാരുടെ എണ്ണം y ആയിട്ടും എടുത്താൽ കാലുകൾ എത്രയുണ്ടാവും? ഒരാടിന് 4 കാല് വെച്ചുണ്ടാവും. ഒരാടിന് എത്ര കാലുണ്ടാവും? 4 കാലുണ്ടാവും. അപ്പൊ ആകെ കാലുകളുടെ എണ്ണം ആടിന്റെ കേസിൽ എത്രയായിരിക്കും? 4x. x എണ്ണം ആടുകൾ ഉണ്ടെങ്കിൽ കാല് എത്രയുണ്ടാവും? അതിന്റെ 4 ഇരട്ടി ഉണ്ടാവും. കാരണം ഒരാടിന് 4 കാല്. ഇനി മനുഷ്യനാണെങ്കിലോ, ഒരു മനുഷ്യന് 2 കാലാണുള്ളത്. അപ്പൊ ആകെ കാലുകളുടെ എണ്ണം 2y. ഇനി നമുക്ക് തലകളുടെ കേസ് എടുക്കാം. തലകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരാടിന് ഒരു തലയേ ഉള്ളൂ, ഒരു മനുഷ്യനും ഒരു തലയേ ഉള്ളൂ. അപ്പൊ മനുഷ്യരുടെ എണ്ണം എടുത്താൽ മനുഷ്യന്റെ തലയുടെ എണ്ണം എടുക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അവിടെ y തന്നെ. ആടുകളുടെ എണ്ണം എടുത്താൽ ആടിന്റെ തലയുടെ എണ്ണം എടുക്കുന്നതിന് തുല്യമാണ്. അപ്പൊ തലകളുടെ എണ്ണം രണ്ടും സെയിം എക്സും വൈയും എടുത്താൽ മതി. പക്ഷെ കാലുകൾ എടുക്കുന്ന സമയത്ത് മാത്രം ഒന്നിന് 4 ഇരട്ടി, മറ്റേതിന് 2 ഇരട്ടി. ഇനി ആകെ കാലുകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാലുകളും കൂടെ കൂട്ടിയത് 4x plus 2y. ആകെ തലകൾ എന്ന് പറയുന്നത് രണ്ട് തലകളുടെ എണ്ണം കൂടെ കൂട്ടിയത് x plus y. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സും വൈയും വെച്ച് കൊടുക്കാം. ആകെ കാലുകളുടെ എണ്ണത്തിന് പകരം നമുക്ക് ഈ കാലുകളുടെ എണ്ണത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4x plus 2y എന്ന് കൊടുക്കാം. പിന്നെ ഈക്വൽ ടു ഇടുക. ഇനി തലകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ x plus y. അതിനെ 4 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളതിനെ 4 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ മൈനസ് 40 എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇനി 4x plus 2y അവിടെ തന്നെ വെക്കുന്നു, 4x plus 2y അവിടെ തന്നെ വെക്കുന്നു. ഈ -40 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +40 ആവും. പിന്നെ ഈക്വൽ ടു അവിടെ ഇടുന്നു. 4നെ x കൊണ്ടും y കൊണ്ടും ഗുണിക്കുമ്പോൾ 4x plus 4y എന്ന് കിട്ടും. 4y എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4x plus 2y plus 40 ഈക്വൽ ടു 4x plus 4y എന്ന് കിട്ടി. ഇനി രണ്ട് സൈഡിലും 4x ഉള്ളതുകൊണ്ട് അത് നമുക്ക് വെട്ടാം. അതായത് ഈ 4xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -4x ആയിട്ട് 4xും -4xും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നതാണ് സംഭവം. അത് ചെയ്യുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് രണ്ട് സൈഡിലും ഒരേ സംഭവം നമ്പർ ഉണ്ടെങ്കിൽ അതിനങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ 4x രണ്ട് സൈഡിലും പോയി. ഇനി 2y അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -2y ആയിട്ട് മാറും. അപ്പൊ 4y ന്ന് 2y പോയാൽ ബാക്കി 2y. ഇനി ഇവിടെ 2y ഇല്ല. ഇടത്ത് ഭാഗത്ത് എന്തുണ്ട്? 40 ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറി? 40 ഈക്വൽ ടു 2y എന്നായിട്ട് മാറി. അപ്പോൾ y എത്രയാണ്? y എന്ന് പറയുമ്പോൾ ഈ 2 ഇങ്ങോട്ട് പോകും. 40/2. അതായത് 20 ആണ് y എന്ന് പറയുന്നത്. y എന്താണ്? ആട്ടിടയന്മാരുടെ എണ്ണമാണ്. ആട്ടിടയന്മാരുടെ എണ്ണം y ഈക്വൽ ടു 20 എന്ന് കിട്ടി. ചോദിച്ചത് എന്താണ്? ആട്ടിടയന്മാരുടെ എണ്ണം തന്നെയാണ്. അപ്പൊ ആട്ടിടയന്മാരുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ y, അതായത് ഓപ്ഷൻ ബി 20 ആണ് ഉത്തരം.